അത് ശരി. കുഞ്ഞപ്പോ അല്ല പേപ്പർ വായിക്കൽ തുടങ്ങിയാ? അല്ല എനിക്കതിന് വായിക്കാനും അറിയോ? മലയാളം എഴുതാനും വായിക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഇതില് കണ്ടാ, ഫുഡൊക്കെ ഉണ്ട്, ആൾക്കാരുണ്ട്. നോക്ക്, അതൊക്കെ നോക്കിയെന്നാടാ ഞാൻ ചിത്രം നോക്കണല്ലേ? ആ ചിത്രം തന്നെ നോക്കാണ്. കൊറേ ഉണ്ടല്ലേ? ഇതൊക്കെ എങ്ങനെയാണ് ആൾക്കാർ ആയതാവല്ലേ? ഞാൻ വിചാരിച്ചു മലയാളമൊക്കെ എഴുതാനും വായിക്കാനും പഠിച്ചു വിചാരിച്ചു. ഇഷ്ടല്ല അല്ല കുഞ്ഞപ്പോ ഇഷ്ടല്ല. ചിത്രം നോക്കലെടുത്ത് കൊറേ അറിയാ അവിടെ ഒന്നും കാണാത്ത. പിന്നെ ഞാൻ അവിടെ തന്നെ നോക്കി. അവിടെ നോക്കിയ കാണോ? ഞാൻ അവിടെ അല്ലേ ഉള്ളത്. പിന്നെ അല്ല ഏതൊക്കെ മനുഷ്യന്മാര് പോയി എന്തോ വയലാണ് കുഞ്ഞാപ്പോ. അല്ല എന്തിപ്പോ എന്റെ അമ്മ പോയിട്ട് യാവാക്കന്റെ ഹോട്ടലിൽ തന്നെ പണിക്കാക്കി തന്നിട്ട് അവിടെ പോയി വർത്താനം പറഞ്ഞു ഇജ്ജ് വല്ലാത്ത ആളാണ്. ഞാൻ മറന്ന് കിടക്കുകയായിരുന്നു. ഇവിടെ വന്നിട്ട് ഓരോന്ന് മൂപ്പിക്കും. പണി ഞങ്ങൾ ഞാൻ ആക്കി തരാം. എന്റെ ഉമ്മാനോട് എന്നെ പറ്റി പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നെ ഹോട്ടലാക്കിയൊന്നുമില്ല, യാവാക്കാന്റെ ഹോട്ടലിൽ. നേരം വെളുക്കാടില്ല, രാത്രി ഇമ്മക്ക് എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. കുഞ്ഞാപ്പോ ഇനി ഉറങ്ങി പോകണ്ട, യാവാക്കാന്റെ ഹോട്ടലിൽ പോയിക്കോണ്ട് 300 റുപ്യ മാത പറഞ്ഞില്ലേ, 300 റുപ്യ തരുമെന്ന്. ഇമ്മ പറഞ്ഞ് 300 റുപ്യ തരും. വാവ പറഞ്ഞിരിക്കണ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ട്. എന്നിട്ട് എന്നോട് പറയാ എന്റെ വാവ കണ്ണീന്റെ പോലെ ഇറക്കാൻ സമ്മതിച്ചിട്ടില്ല അമ്മ. എന്തിനപ്പ എന്റെ അമ്മ അവിടെ പോയി ചീത്തറിഞ്ഞ്? ഞാൻ പറഞ്ഞ കേക്കാണ്ട്. അങ്ങനെ ഇമ്മ നേരെ മൾക്കാൻ നേരം ഞാൻ അവിടെ പറഞ്ഞു, ഞാൻ പോയില്ലായിരുന്നു. ഇമ്മ വാടിയെടുത്തിന് അടിച്ച്. ഇമ്മ അവിടെ പറഞ്ഞത് ഞാൻ ചെല്ലുമെന്നുള്ളത്. എന്നിട്ട് 6 മണി 7 മണി അങ്ങനെ പോയി. ചെന്നാ പറ തന്നെ ചങ്ങായിയൊക്കെ കുറച്ചുകൂടെ നേരത്തെ വരണ്ടേന്ന് ചോദിച്ചു. എന്നിട്ട് ഇന്നോട് അവിടുത്തെ പാത്രം ഓർപ്പിച്ച്. പിന്നെ ഞാൻ വരെ ചെയ്യുന്ന കാരനൊക്കെ അറിയാം. അടിച്ചൊരിച്ച് പിന്നെ ഞാൻ വരെ പോയി ചെയ്യുന്ന കാരനൊക്കെ അറിയാം. ഇത് തിരിപ്പിച്ചില്ലട്ടാ, തുണി ഒന്നും തിരിപ്പിച്ചില്ല. ഹോട്ടലിൽ തിരുമ്പണ്ട അതവിടെ ഉണ്ടാവില്ലല്ലേ? അല്ല പാത്രം അടിച്ചോനെ പരി ചെയ്യണ്ടല്ലോ തിരുപ്പണമൊക്കെ. അതവിടെ ചെയ്യിച്ചില്ലട്ടാ. പിന്നെ അയാൾ എന്നോട് പറഞ്ഞു ഉള്ളി ഓർക്കാനി. ഉള്ളി ഓർക്ക് ഞാൻ കൊറേ കരഞ്ഞടാ, കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരികയെന്നെ കരഞ്ഞുകൊണ്ട്. അപ്പൊ അയാള് പറഞ്ഞു പിന്നെ പിന്നെ തക്കാളി ഓർക്കാൻ തന്നു. അപ്പൊ ഞാൻ അയാള് കാണാച്ചിട്ട് 2 തക്കാളി എടുത്ത് തിന്നു. അപ്പൊ അവിടുത്തെ എല്ലാം എടുത്തുള്ള കടക്കാരൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞേ തക്കാളി തിന്നാനുള്ളതല്ല, അവിടെ കറിയാക്കിട്ട് ആൾക്കാർക്ക് കൊടുക്കാനുള്ളതാണ്. പിന്നെ കൊറേ കഴിഞ്ഞപ്പോ പഴിച്ചിട്ട് കഴിയ. അപ്പൊ അവിടെ രാവിലെ പൊട്ടും പപ്പടൊക്കെ ഉണ്ടായി. ഞാൻ അവിടെ നിന്ന് പോകുമ്പോ കുറച്ചേ തിന്നിട്ടുള്ളൂ കേട്ടാ. പൊട്ടും പപ്പടൊക്കെ ഞാൻ തിന്നു, ഒരു കുറ്റി തിന്നു. അപ്പൊ അയാള് പറയാ എങ്ങനെയാണ് മുതലാവൂലട്ടാ, മുതലാവൂലട്ടാ. എനിക്കിവിടെ എന്താ മുതലാവാണ്, എനിക്ക് പഴിച്ചാൻ തിന്നണ്ടേ. അങ്ങനെ പോണ എന്നോട് 10 മണി 11 കഴിയും തോന്നുന്നു. അപ്പൊ കൊറേ ഹിന്ദിക്കാര് വന്നിട്ട് കൊറേന്ന് പറയുന്നുണ്ട് കാനാന്നൊക്കെ പറയാ. ഞാൻ കൊറേ ചീത്താറുണ്ട്. എന്താടാ നിങ്ങള് കാനാന്നൊക്കെ പറഞ്ഞ് ചീത്താറുണ്ട് ചോദിച്ചപ്പോ. അപ്പൊ ഇന്നെ പറയാ ഏത് ബുദ്ധൂന്ന്. എന്ത് ബുദ്ധാണ്? ഞാൻ പറഞ്ഞു പാടാന്ന് ഞാൻ എന്റെ അമ്മാണ്ട് പറയുന്നത്. അപ്പൊ യാവാക്ക ചീത്താറ ഇങ്ങോട്ട് പോരാ ജി ഓച്ചങ്ങൾക്ക് സപ്ലൈ ചെയ്തിട്ട് ഇങ്ങോട്ട് പോരാ, ഇങ്ങോട്ട് വാന്നിട്ട് ഇന്നെ അങ്ങോട്ട് വലിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഓച്ചങ്ങൾ തിന്നുമ്പോ ഇങ്ങനെ നോക്കിട്ടാ പോരാ പൊറാട്ടി ഇറച്ചൊക്കെ തിന്നു. അങ്ങനെ ആക്കി ഞാൻ അറിയാതെ. അതിനാ ഇന്ത്യക്കാരെ യാവാക്കാനോട് എന്തോ പറഞ്ഞു കൊടുത്തു. ഒരു യാവാക്ക എന്നെയാണ് ചീത്ത അറിഞ്ഞു. ഇച്ചിന്റെ കച്ചവടം മുടിക്കോടാ, അവിടെ കൊടുന്നത് ഇടങ്ങാറായിക്കണ്. അപ്പൊ ഞാൻ ഒന്ന് നോക്കിട്ടുള്ളൂ ചെക്കനെ തീറ്റ കണ്ടിട്ട്. നോക്കാൻ പാടില്ലല്ലോ, ബാക്കി വെച്ചില്ല. അങ്ങനല്ല, ഒന്നും ചെയ്യാച്ചിട്ട് എന്നോട് പറയാ വാവാ എനിക്ക് പൈച്ചിട്ട് അയ്യ. അപ്പൊ യാവാക്കൊക്കെ ഒരു ഫോണ് വരുന്നു വരേന്ന്. അപ്പൊ അടുത്തുള്ള ചേട്ടനോട് പറഞ്ഞു ഒന്ന് കട നോക്കിട്ട് വരാന്. യാവാക്ക പോയപ്പോ ഞാൻ വേഗം 5-6 പൊറാട്ട തിന്നു, കൊറേ തിന്നു. അതിന്റെ കാളിച്ചാണ് തിന്നത്. അത് ആ ചെങ്ങായി പോയിട്ട് യാവാക്കാനോട് പറഞ്ഞിരിക്കണ് ഈ ചെക്കനെ നിങ്ങൾ എടുത്താ നിങ്ങളെ തറവാട് കുളം കൊണ്ടിട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് യാവാക്ക എന്നെ ചീത്ത അറിഞ്ഞു. എന്താണ് എനിക്ക് ഒരു 2 പൊറാട്ട തിന്നൂടെ, അനക്ക് പച്ചക്കറി എടുത്ത് കൂട്ടിക്കൂടുകയെന്ന്. അവിടെ ബീഫ് ഇറച്ചൊക്കെ ഉണ്ടാകുമ്പോ ഞാൻ ബംഗാളിയൊക്കെ കൊടുക്കാൻ പറ്റും, എനിക്ക് തന്നാൽ അത് ഞാൻ പണി എടുത്തിട്ട് തരില്ല. ബംഗാളിൽ പൈസ കൊടുക്കുന്നുണ്ട്, പൈസ ഇങ്ങോട്ട് വരില്ല. എന്നോട് മാസൊക്കെ തുടപ്പിച്ച് എന്നോട് പറഞ്ഞ് നല്ല പണിയായിട്ട് കൊണ്ടുപോയിട്ട് ഞാൻ പെരയിൽ കൂടി അങ്ങനത്തെ ഒന്നും ചെയ്യാത്ത പണിയാണ്. ഞങ്ങളൊന്നും അങ്ങനത്തെ ആൾക്കാരല്ല, ഞങ്ങൾ അതേ ഉള്ള ആൾക്കാരെ കാലത്ത് അതൊന്നും ചെയ്യലൊന്നും ഇല്ല. ഇപ്പൊ അല്ലേ കർണാടക മുടിയത്. അങ്ങനെ അതൊക്കെ ചെയ്ത് എന്നോട് അറിയാം ബാവാ. എന്നിട്ട് പോവാൻ നേരത്ത് കുറച്ചുകൂടി ബാക്കി ചോറില്ല, അത് ഞാൻ തിന്നു.
നെച്ചാപ്പ് കുച്ചാപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ആക്കപ്പൊരിയൊക്കെ ഇട്ടപ്പോ ഞാൻ ഒന്നെടുത്തപ്പോ അയാൾ ഇത് കടിച്ച് എന്ത് പണിയാണ് ചെയ്യുന്നത് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറയും നിങ്ങളല്ലേ ഈ മാക്സിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ അലമാറിന്റെ ഉള്ളിൽ എത്ര പോലെ നെച്ചാപ്പും കുച്ചാപ്പൊക്കെ ഉണ്ട് തിന്നണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞ് എന്നിട്ട് എന്നോട് മോനെ നേരം വെക്കുന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ എന്നോട് അയാളൊക്കെ വന്ന് ഇനിച്ച് പൊയ്ക്കോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കായ് അട്ടിക്കുന്നതായിരുന്നു. അപ്പൊ മൂപ്പാള് കഞ്ചിയിൽ 2 കായ് തന്നു. രണ്ട് നോട്ട് തന്നു. 10 റുപ്യേന്റെ മേലാണ് നോക്കാൻ തോന്നുന്നു. അപ്പൊ ഉമ്മാട് 300 റുപ്യാന്ന് അറിയില്ല. ആ സന്തോഷിച്ച് പെരേ ചെന്ന് ഇമ്മ ഇതാ കായ് തന്നു കൊടുത്തു. ഉമ്മ എന്നാണ് ഒരു ആട്ടിലാട്ട് എന്താണ് കുറിച്ചാൻ കട്ടെ 300 റുപ്യാണ് 100 പെട്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാം അയാള് തന്നല്ലേ. അപ്പൊ ഇമ്മ ഇനി പറയാത്തല്ലോ അയൽവാസികളൊക്കെ നടന്നു പറയും എന്റെ ചെക്കൻ ഇങ്ങനത്തെ ചെക്കനായിട്ട് ചെക്കനെ പറ്റിച്ച് അറിഞ്ഞിട്ട് ഇമ്മ ആ രാത്രി ആയിട്ട് ഞാൻ നേരത്തെ തന്നെ യാവാക്കാന്റെ കടയിൽ പോയി അവിടെ പോയിട്ട് ഉറക്കണം ചീരത്ര വർത്താനം പറഞ്ഞത്. അപ്പൊ എന്നിട്ട് കൊറേ വർത്താനം പറഞ്ഞിട്ട് ഉമ്മ പെരേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മാനെ പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് ആൾക്കാര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിരുന്നല്ലോ പറയത്ര അന്നെ കത്തുക്കത്ര കാണാന് അന്നെ കാണാൻ കത്തുക്കാണ്. ഞാൻ കാണട്ടെ എന്റെ കച്ചവടം മുടിപ്പിച്ച് നിങ്ങളെ മോന് ഇത്ര പൊറാട്ട തിന്ന് അത്ര തിന്ന് 100 റുപ്യ കൊടുത്തതിനായിട്ട് അതെന്നെ വന്ന കാരണം തന്നതാണ്. അയക്കും നഷ്ടാന്ന് ഉമ്മാട് പറഞ്ഞത്ര. ഉമ്മക്ക് മനസ്സിലായി തോന്നുന്നു. അപ്പൊ ഉമ്മ ഒന്നും ഉണ്ടാതെ പോകുന്നത് എന്നോട് ചോദിച്ചു അങ്ങനൊക്കെ. അപ്പൊ ഞാൻ പറയും ഉമ്മ അങ്ങനൊക്കെ ഉണ്ടായിന് ബിരിയാണി തിന്ന് അത് തിന്ന് ഇത് തിന്നപ്പോ ഇമ്മ പിന്നെ ഒന്നും പറഞ്ഞു. അമ്മ എന്നോട് അറിഞ്ഞു ചാണ്ട് പണിക്ക് പോകണ്ടെന്ന്. നാളെ പോട്ടെ. അപ്പൊ എന്നോട് നാളെ പോയില്ലെങ്കിൽ അയാളാണ് ചോദിക്കട്ടിട്ടാ മതി. അങ്ങനെ വന്ന് വാവാ അന്നെ കാത്തുക്കണ്ട് എന്താ പറയാൻ പറഞ്ഞു. ഇമ്മ പറഞ്ഞു നോക്കട്ടെ. ഞാൻ വൈക്കോട് പോണില്ല. പോണ്ടട്ടാ ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നാണ്. ഇന്റെ അടിക്കുത്ര ഇനി ഞാൻ ഒരു കാര്യം ചെയ്യേ വേറെ ഏതെങ്കിലും നല്ല കട ഉണ്ടെന്നോ ഞാൻ നോക്കും. എനിക്ക് ഇനി കടല്ല കട മതി. അല്ല ഞാൻ പൈസ പേപ്പർ വായിച്ചോ? ഞാൻ പോവാണ്. പേപ്പർ വായിച്ചില്ല. ഞാൻ ചിത്രം നോക്കി കഴിഞ്ഞു. ഇജി നോക്കട്ടാ വേറെ കട നോക്കി നോക്കാം. ഞാൻ പോട്ടെന്നാ പോയിക്കോ.